വാഹന ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ അപ്ഡേഷൻസിനു വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. സോ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്ന വണ്ടി ഏതാണെന്ന്. നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ആക്ടിവ 6G ആണ്. ഒരുപാട് സ്പെഷ്യാലിറ്റി ഉള്ള വെഹിക്കിൾ എന്നൊക്കെ വേണ്ട സ്കൂട്ടർ എന്നൊക്കെ വിശേഷിപ്പിക്കാം. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് എന്നല്ല പറയണത്. ഈ വണ്ടി 2 വേരിയൻറ്റ്സാണ് ഹോണ്ട ഇറക്കിയിട്ടുള്ളത്. ഡീലക്സും അതേപോലെ സ്റ്റാൻഡേർഡ് വേരിയൻ്റാണ് ഇറക്കിയിട്ടുള്ളത്. നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഡീലക്സ് വേരിയൻ്റാണ്. ഇതിന് ഒരു എടുത്തു പറഞ്ഞ പ്രത്യേകത, ഹോണ്ട ആദ്യമായിട്ട് ACG മോട്ടർ വിത്ത് സൈലൻറ്റ് സ്റ്റാർട്ട്, അതായത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഭയങ്കര സ്മൂത്തായിട്ടും സൈലൻറ്റ് സ്റ്റാർട്ട് ഉള്ള ടെക്നോളജിയാണ് ഈ വെഹിക്കിളിൽ ഹോണ്ട ആദ്യമായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. സ്കൂട്ടറിൽ ആ ടെക്നോളജി ആദ്യമായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ആക്ടിവ 6Gയിലാണ്. ബാക്കിയുള്ള ബ്രാൻഡ്സൊന്നും ഈ ടെക്നോളജി തൽക്കാലം അവൈലബിൾ അല്ല. സോ അതൊരു എടുത്തു പറഞ്ഞ സ്പെഷ്യാലിറ്റി തന്നെയാണ്. സോ നമുക്ക് എന്തായാലും റിവ്യൂയിലേക്ക് പോവാം. സോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡീലക്സ് വേരിയൻ്റാണ്. ഈ കളർ വരുന്നത് യെല്ലോ മെറ്റാലിക് എന്ന കളറാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് വെഹിക്കിളിൻ്റെ ഹെഡ്ലൈറ്റ്സൊക്കെ നോക്കുമ്പോൾ LED ഹെഡ്ലൈറ്റ്സാണ് കൊടുത്തിട്ടുള്ളത്. 2 സൈഡ്സിലും ഇൻഡിക്കേറ്റേഴ്സൊക്കെ വന്നിട്ടുള്ളത് ഹാലോജനാണ്. ഒരു ഭയങ്കര വലിയ ഹെഡ്ലൈറ്റ്സ് അല്ല, എന്നാൽ കൂടിയും ചെറിയൊരു ഡിസൈൻ, ചെറിയൊരു ഷേപ്പ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ കൂടെ ഒരു ക്രോം ഇൻസേർട്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ മിറേഴ്സൊക്കെ നോർമലി കാണുന്ന മിറേഴ്സ് തന്നെയാണ്. പിന്നെ നമുക്ക് ഇവിടെ നമ്പർ പ്ലേറ്റ് വന്നിട്ടുണ്ട്. മുകളിലൊരു ഹോണ്ട എന്ന ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. 2 സൈഡ്സിലും ഒരു ഇൻഡിക്കേറ്റർ ഷേപ്പിൽ ചെറിയൊരു പീസും കൊടുത്തിട്ടുണ്ട്. അതിനും 2 ക്രോം ഫിനിഷും കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് അടുത്ത് സസ്പെൻഷനൊക്കെ നോക്കുമ്പോൾ തന്നെ ടെലസ്കോപ്പിക് ഫോർക്ക് സസ്പെൻഷനാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ വലിയ ടയേഴ്സാണ്, ഒരു 12 ഇഞ്ച് ടയേഴ്സാണ്, 90/90 12 ഇഞ്ച് ടയേഴ്സാണ്. വിത്ത് അലോയ് വീൽസും നല്ല വന്നിട്ടുള്ളത്. 2 സ്റ്റാൻഡേർഡ് ആയാലും ഡീലക്സ് വേരിയൻ്റ് ആയാലും നോർമലി ഉള്ള ഡ്രം വീൽ തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഒരു എടുത്തു പറഞ്ഞൊരു കാര്യം, ടെലസ്കോപ്പിക് സസ്പെൻഷനും കൂടാതെ തന്നെ ഈ വലിയ ടയേഴ്സും ഉള്ള കാരണം തന്നെ 6Gയിൽ ജർക്കിങ്ങോ പിന്നെ അങ്ങനത്തെ ഒരു കുഴപ്പങ്ങളും ഉണ്ടാവില്ല. പിന്നെ റൈഡിങ് കംഫേർട്ട് കുറച്ചും കൂടി നല്ല രീതിക്ക് ഇമ്പ്രൂവ് ആവും. കാരണം ഇത്രയും വലിയ ടയേഴ്സ് ആയതുകൊണ്ട് തന്നെ റൈഡിങ് കംഫേർട്ട് കൂടി കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ ബ്രേക്കൊക്കെ നോക്കുമ്പോൾ തന്നെ ഡിസ്ക് ബ്രേക്ക് വരുന്നില്ല. ഡീലക്സ് ആയാലും സ്റ്റാൻഡേർഡ് വേരിയൻ്റ് ആയാലും ഡിസ്ക് ബ്രേക്കൊന്നും വരുന്നില്ല. കോംബി ബ്രേക്കിംഗ് സിസ്റ്റമാണ് വന്നിട്ടുള്ളത്. എല്ലാവർക്കും അറിയാം കോംബി ബ്രേക്കിംഗ് സിസ്റ്റം ഹോണ്ട മിക്ക ഒരു വണ്ടിയിലും യൂസ് ചെയ്യാറുള്ളതാണ്, സ്കൂട്ടേഴ്സിലൊക്കെ. അതായത് ബാക്ക് ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് 60% ബാക്കിലേക്കും 40% ഫ്രണ്ടിലേക്കും കൊടുക്കുന്നതാണ്. അതും കുറച്ച് സേഫ്റ്റിക്ക് ഭയങ്കര രീതിയിൽ ഒരു ഈക്വലി ഒരു എന്താ പറയുക, ബാക്ക് ബ്രേക്ക് 60 റേഷ്യോയിൽ പോകുമ്പോൾ ഫ്രണ്ടിലേക്ക് 40% പോകുമ്പോൾ തന്നെ വണ്ടി നമുക്ക് ഒരു 90% ഹാൻഡ് ചെയ്യാൻ ഭയങ്കര കംഫർട്ട് കിട്ടുന്നതാണ്. പിന്നെ 2 സൈഡ്സിലും റിഫ്ലക്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അത് കുറച്ചും കൂടി ഒരു നൈറ്റിലൊക്കെ കുറച്ചും കൂടി ഒരു സേഫ്റ്റി ഒരു ഭാഗമായിട്ട് തന്നെ വിശേഷിപ്പിക്കാം. പിന്നെ ഫ്രണ്ട് മഡ്ഗാർഡിൻ്റെ ബാക്ക് പോർഷനിലും ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. സോ 2 കേബിൾ കണ്ടില്ലേ, ഇതാണ് കോംബി ബ്രേക്ക് സിസ്റ്റത്തിൻ്റെ കേബിൾ. സോ നമുക്ക് വെഹിക്കിളിൻ്റെ ഫ്രണ്ടിൽ നോക്കുമ്പോൾ തന്നെ ആ ഒരു ചെറിയൊരു ഹെഡ്ലൈറ്റൊക്കെ ചെറുത് തന്നെ പറയാം, എന്നാൽ കൂടി വലിയ അലമ്പില്ലാത്തൊരു ഡിസൈൻ തന്നെയാണ് ഹോണ്ട. അവരെ എപ്പോഴും ഡിസൈനൊന്നും വലിയ എടുത്തു പണ്ട മാറ്റങ്ങൾ വന്നിട്ടില്ല, എന്നാൽ കൂടി കുഴപ്പമില്ലാത്തൊരു ലുക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. സൈഡ് പോർഷൊക്കെ നോക്കുമ്പോൾ എടുത്തു പറഞ്ഞ കാര്യം, നോർമലി ചേസ് നമ്പർ എഞ്ചിൻ നമ്പറൊക്കെ ലോവറിൽ വരുന്നാൽ കൂടി ഈ സൈഡിലാണ് വരാറുള്ളത്. ബട്ട് നമ്മുടെ ഈ വെഹിക്കിളിൽ, ഈ സ്കൂട്ടറിൽ ഇവിടെ കണ്ടില്ലേ ഒരു ചെറിയ പോർഷൻ, ഇതിനുള്ളാണ് ചേസ് നമ്പറും എഞ്ചിൻ നമ്പറും ഒക്കെ കൊടുത്തിട്ടുള്ളത്. പിന്നെ മുകളിൽ ചെറിയൊരു ഹുക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഈ ലോവർ സീറ്റിനടിയിലും ഒരു ചെറിയൊരു ഹുക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറെ എടുത്തു പറഞ്ഞൊരു ഫീച്ചർ ഇത് കണ്ടില്ലേ, നോർമലി ചില സ്കൂട്ടേഴ്സിനൊക്കെ ഇതിനുള്ളിലാണ് ബാറ്ററി സ്റ്റോറേജ് വരാറുള്ളത്. എന്നാൽ കൂടി ഈ വെഹിക്കിളിൽ ഇതിനുള്ളിൽ ആണ് നമുക്ക് എഞ്ചിന് വല്ല ഫോൾട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കാറിൽ കാണുന്ന പോലെ തന്നെ ECM മോഡിൽ കാണുന്ന തന്നെ കമ്പ്യൂട്ടർ കണക്ട് ചെയ്തിട്ട് എഞ്ചിൻ്റെ ഫോൾട്ടും മെക്കാനിക്കലായിട്ടുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. അതൊരു BS6 വരുമ്പോൾ ഹോണ്ട കൊടുക്കുന്ന ഒരു പുതിയൊരു ആഡ് ഓൺ ഫീച്ചർ തന്നെ അതിന് പറയാം. കാരണം ഇതിൽ കണക്ട് ചെയ്തിട്ട് തന്നെ നമുക്ക് കാറിലോ കാണുന്ന പോലെ തന്നെ എന്തെങ്കിലും ഫോൾട്ടി ആയിട്ടുള്ള എറർ കോഡ്സൊക്കെ കാണിക്കും. അങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അത് എടുത്തു പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. പിന്നെ
ഈ വെഹിക്കിളിൽ എൻജിൻ ഓയിലൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത് 5W30 ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആക്ടിവ 5Gയും ആക്ടിവ 6G ആയിട്ട് എടുത്തു പറഞ്ഞ ഒരു മെയിൻ കമ്പാരിസൺ പറയുന്നത് ആക്ടിവ 5Gയിലൊക്കെ കാർബറേറ്റർ ടൈപ്പ് വന്നിട്ടുള്ളത്, എന്നാൽ 6Gയിൽ വന്നത് പ്രോഗ്രാമബിൾ ഫ്യൂവൽ ഇഞ്ചക്ഷനാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ 5G നോക്കുമ്പോൾ തന്നെ ഒരു 3000 കിലോമീറ്റേഴ്സിലൊക്കെയാണ് ഏകദേശം സർവീസ് വരുന്നത്, ഓയിൽ ചേഞ്ച് ചെയ്യേണ്ടത്. എന്നാൽ ഈ 6Gയിൽ വരുന്നത് ഒരു 6000 കിലോമീറ്റേഴ്സിലാണ് ഓയിൽ ചേഞ്ച് ചെയ്യേണ്ടതുള്ളൂ. അത് കുറച്ചും കൂടിയും ഓയിലിൻ്റെ ക്വാളിറ്റി ഉള്ളത് കാരണം തന്നെ അതും ഒരു സ്പെഷ്യാലിറ്റി ആയിട്ടുള്ളൊരു ഫീച്ചർ തന്നെയാണ്. 3000 മാറ്റിന് പകരം 6000 മാറ്റിയാൽ മതി. എന്നാൽ 3000 ഒരു ചെക്കപ്പ്, ഒരു എൻജിൻ ഹെൽത്ത് ചെക്കപ്പ് പറഞ്ഞ സിസ്റ്റം അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് 3000 കിലോമീറ്റർ ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് വണ്ടി കൊണ്ട് ചെക്ക് ചെയ്യുക, ഓയിൽ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അവിടെ കമ്പ്യൂട്ടറെ കണക്ട് ചെയ്തിട്ട് ആ എൻജിൻ ഹെൽത്തൊക്കെ ഓക്കെ ആണോ അതോ വല്ല കംപ്ലയിൻസ് ഉണ്ടോ ചെക്ക് ചെയ്യാൻ പറ്റും. അടുത്തത് പിന്നെ ഈ വെഹിക്കിളിൻ്റെ എക്സോസ്റ്റൊക്കെ നോക്കുമ്പോൾ തന്നെ ചെറിയൊരു എക്സോസ്റ്റൊക്കെയാണ്. അത് ഒരു നോർമൽ, ഒരു വേറെ ഡിസൈനൊന്നും കൊടുത്തിട്ടില്ല, എന്നാൽ ഒന്നും കൂടി ചെറുതാക്കിയ പോലെ തോന്നുന്നുണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു വെൻ്റൊക്കെ കൊടുത്തിട്ടുണ്ട്, ഇവിടെ കേബിളൊക്കെ കാണുന്നുണ്ട്, എന്നാൽ കൂടെ ചെറിയ വെൻ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ആക്ടിവ ഒരു ക്രോം പ്ലേറ്റിങ്ങിലൂടെ ഒരു ബാഡ്ജിങ്ങും 6G എന്ന നെയിമിങ്ങും കൊടുത്തിട്ടുണ്ട്. അടുത്ത് നമുക്ക് ഈ വെഹിക്കിളിലെ സീറ്റൊക്കെ നോക്കുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള സീറ്റ്സ് തന്നെയാണ്. 2 പേർക്ക് കംഫർട്ട് കിട്ടുന്ന രീതിയിലുള്ള സീറ്റൊക്കെ കൊടുത്തിട്ടുള്ളത്. കുഷ്യനൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഗ്രാബ് ബാർ നോക്കുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ഗ്രാബ് ബാർ തന്നെയാണ് ഓവറോൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ വെഹിക്കിളിൻ്റെ ചേസൊക്കെ വന്നിട്ടുള്ളത് അണ്ടർബോൺ ടൈപ്പ് ചേസസാണ് വന്നിട്ടുള്ളത്. അടുത്ത് നമുക്ക് വെഹിക്കിളിൻ്റെ റിയർ ടയർ പ്രൊഫൈലൊക്കെ നോക്കുമ്പോൾ തന്നെ 10 ഇഞ്ച് ടയേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. റിയറിലും ഡ്രം ബ്രേക്ക് തന്നെയാണ്. 130 mm ഡ്രം ബ്രേക്കാണ് റിയറിലും കൊടുത്തിട്ടുള്ളത്, ഫ്രണ്ടിലും കൊടുത്തിട്ടുള്ളത് 130 mm ഡ്രം ബ്രേക്ക് തന്നെയാണ്. പിന്നെ 10 ഇഞ്ച് ടയേഴ്സാണ് വന്നിട്ടുള്ളത്. പിന്നെ 90/100 10 ഇഞ്ച് ടയേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടിൽ വന്നിട്ടുള്ളത് 12 ഇഞ്ചും റിയറിൽ വന്നത് 10 ഇഞ്ച് ടയേഴ്സാണ് വന്നിട്ടുള്ളത്. അടുത്തത് നമുക്ക് ഈ വെഹിക്കിളിൻ്റെ റിയർ പോർഷനൊക്കെ നോക്കുമ്പോൾ തന്നെ കുറച്ച് വലിയ ബ്രോഡ് രീതിയിലുള്ള ഒരു വൈഡായിട്ടുള്ള ഒരു റിയർ ഡിസൈൻ തന്നെയാണ്. ഇവിടെ ഒരു ഫ്യൂവൽ ടാങ്കിൻ്റെ കവർ വന്നിട്ടുണ്ട്. ഇതിന് എക്സ്റ്റേണൽ ഫ്യൂവൽ ഇടാൻ വന്നിട്ടുള്ളത്. 5.3 ലിറ്റേഴ്സാണ് ഈ വെഹിക്കിളിൻ്റെ ഫ്യൂവൽ ടാങ്ക് കപ്പാസിറ്റി വന്നിട്ടുള്ളത്. ബട്ട് ഇത് പ്രോഗ്രാമബിൾ ഫ്യൂവൽ ഇഞ്ചക്ഷനാണ്. ബട്ട് ഒരു മിനിമം ഒരു 1.3 ലിറ്റേഴ്സ് എങ്കിലും ടാങ്കിൽ വേണം. വേറൊന്നുകൊണ്ടല്ല, വണ്ടി സ്റ്റാർട്ടാവാൻ 1.3 ലിറ്റേഴ്സിൻ്റെ ആവശ്യമില്ല, എന്നാൽ കൂടി 1.3 ലിറ്റേഴ്സ് ഉള്ള സമയത്ത് വണ്ടി കുറച്ചും കൂടി എന്താ പറയുക, 1.3 ലിറ്റേഴ്സിന് കുറവാകുമ്പോൾ വണ്ടി കുറച്ച് ചെറിയ മിസ്സിങ്ങും ആ സ്മൂത്ത്നെസ്സിനൊക്കെ എഫക്റ്റ് ചെയ്യുമെന്നാണ് നമ്മൾ ഷോറൂമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യം. അപ്പോൾ ഒരു മിനിമം ഒരു 1.3 ലിറ്റേഴ്സിന് ടാങ്കിൽ നിർബന്ധമായിട്ട് എപ്പോഴും ഉണ്ടാവണം, എന്നാലേ ആ വണ്ടിയുടെ കറക്റ്റായിട്ടുള്ള പെർഫോമൻസ് കിട്ടുന്നുള്ളൂ. പിന്നെ റിയർ ടൈലൈറ്റൊക്കെ നോക്കുമ്പോൾ തന്നെ ഹാലജൻ ടൈലൈറ്റ്സ് തന്നെയാണ്. ബട്ട് നല്ല ഡിസൈനൊക്കെ കുഴപ്പമില്ല, ഒരു വി ടൈപ്പ് മോഡൽ ടൈലൈറ്റ് തന്നെയാണ്. 2 സൈഡ്സിലും അതിൽ തന്നെ ഇൻക്ലൂഡ് ആയിട്ട് 2 സൈഡ്സിലും ഇൻഡിക്കേറ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. പിന്നെ ലോവറിൽ ചെറിയ റിഫ്ലക്ടേഴ്സും കൊടുത്തിട്ടുണ്ട്. അടുത്ത് ഈ വെഹിക്കിളിൻ്റെ സസ്പെൻഷൻ നോക്കുമ്പോൾ, അതായത് റിയർ സസ്പെൻഷൻ നോക്കുമ്പോൾ 3 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ സ്പ്രിംഗ് ലോഡഡ് ഹൈഡ്രോളിക് സസ്പെൻഷനാണ് കൊടുത്തിട്ടുള്ളത്. അത് കുറച്ചും കൂടിയും കംഫർട്ട് കിട്ടാൻ വേണ്ടി രീതിയിലുള്ള സസ്പെൻഷൻ തന്നെയാണ്. നമ്മൾ നേരത്തെ റിവ്യൂ ചെയ്യുമ്പോൾ ഗ്രാസിയലും അവരത് ഈ സസ്പെൻഷനാണ് കൊടുത്തിട്ടുള്ളത്. ഒരു 3 സ്റ്റെപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സസ്പെൻഷൻ തന്നെയാണ്. പിന്നെ കൂടാതെ ഈ വെഹിക്കിളിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നിട്ടുള്ളത് 171 mm. കൂടാതെ വെഹിക്കിളിൻ്റെ സീറ്റ് ഹൈറ്റ് വന്നിട്ടുള്ളത് 692 mm ആണ്. അടുത്ത് നമ്മൾ ഒരുപാട് റിവ്യൂസിൽ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. ഹോണ്ട അധികം വണ്ടികളും ഈ ടെക്നോളജിയാണ്. അതായത് നമുക്ക് സീറ്റ് തുറക്കാനും പിന്നെ എക്സ്റ്റേണൽ ഫ്യൂവൽ ഓപ്പൺ ചെയ്യാനും ഒരൊറ്റ സ്വിച്ച് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ജസ്റ്റ് സീറ്റ് ഫ്യൂവൽ എന്ന മോഡിലേക്ക് മാറ്റിയ ശേഷം നമുക്ക് ഫ്യൂവലിലേക്ക് അമർത്തി കഴിഞ്ഞാൽ ഫ്യൂവലിഡ് തുറക്കുന്നതാണ്. കൂടാതെ തന്നെ നമുക്ക് ആ സെയിം മോഡിൽ തന്നെ സീറ്റ് തുറക്കുകയാണെങ്കിൽ ഈ സ്വിച്ച് നേരെ ലോവറിലേക്ക് ആക്കി കഴിഞ്ഞാൽ സീറ്റും തുറക്കുന്നതാണ്. ഇത് ഞാൻ നോർമലി പറഞ്ഞതാണ്. പിന്നെ ഒരു സ്റ്റോറേജ് കപ്പാസിറ്റി നോക്കുമ്പോൾ എന്തോ നമുക്ക് അത്ര വലിയ സ്റ്റോറേജ് കപ്പാസിറ്റി വെഹിക്കിളിൽ തോന്നുന്നില്ല, എന്നാൽ കുഴപ്പമില്ല. ബട്ട് ഇവിടെ ഒരു ചെറിയൊരു ബമ്പിയായിട്ട് എന്തോ ഒരു കൊടുത്തു കാരണം ഹെൽമെറ്റ് വെക്കുമ്പോൾ ഒരു ഡിസ്കംഫർട്ട് വരുമെന്ന് അറിയില്ല. എന്നാൽ കൂടി കുഴപ്പമില്ല. സ്റ്റോറേജ് കപ്പാസിറ്റി ചില വണ്ടിക്ക് കുറച്ച് ബ്രോഡായിട്ടുള്ള രീതിയിൽ സ്റ്റോറേജ് കപ്പാസിറ്റി വരുന്നത്, ഇത് കുറച്ചൊരു കുറഞ്ഞ മാതിരി തോന്നുന്നു. വേറെ പ്രശ്നങ്ങളൊന്നും നമുക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഇതാണ് വെഹിക്കിളിലെ ഫ്യൂവൽ ലിഡ്, അതൊരു ക്യാപ്പുണ്ട്. നമുക്ക് ഇരിക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. കറക്റ്റ് നമ്മുടെ ലെഗൊക്കെ കറക്റ്റായിട്ട് ഗ്രൗണ്ടിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാലും ഒരൊറ്റ ഡിസ്കംഫർട്ട് തോന്നുന്നില്ല ഇരിക്കുമ്പോഴൊന്നും. എന്നാൽ സ്കൂട്ടേഴ്സ് വലിയ ഹൈറ്റൊന്നും ഉണ്ടാവില്ല. പിന്നെ നമുക്ക് ഇവിടെ ഫ്രൂട്ടൊക്കെ വെക്കുമ്പോൾ തന്നെ ഒരുപാട് സ്പേസൊക്കെ
ഇവിടെ തട്ടില്ല. കാരണം ഇപ്പോൾ കുറച്ചും കൂടിയും ഭയങ്കര ഡിസ്റ്റൻസ് ഉണ്ട് ഈ വണ്ടിയുടെ ബോഡിയും ഈ ഇത് നമ്മൾ നമ്മുടെ ഫൂട്ടും തമ്മിൽ ഒരുപാട് ലെഗ് തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ആ കാല് തട്ടുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ അതിൽ USB ചാർജിങ് പോർട്ടോ അങ്ങനത്തെ ഓപ്ഷൻസ് ഒന്നുമില്ല. പിന്നെ നേരത്തെ പറഞ്ഞ 2 ഹുക്ക് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അടുത്ത് നമുക്ക് വെഹിക്കിളിൻ്റെ മീറ്റർ കൺസോൾ ഹാൻഡിലൊക്കെ നോക്കി നോക്കാം. നേരത്തെ പറഞ്ഞു ഡയമണ്ട് കട്ട് ടൈപ്പ് മിറേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. കുറച്ചും കൂടി പഴയ 5Gയിൽ നിന്നും ഡിസൈനൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. പിന്നെ അടുത്ത് പറഞ്ഞ വെഹിക്കിളിൻ്റെ ഹാൻഡിൽ ഗ്രിപ്പ് തന്നെയാണ്. ഭയങ്കര സ്മൂത്തായിട്ട് രീതിയിലുള്ള ഒരു ഹാൻഡിൽ ഗ്രിപ്പാണ്. പൊതുവേ സ്കൂട്ടേഴ്സിൽ ഇത്ര സ്മൂത്ത് ഉണ്ടാവില്ലെന്നല്ല പറയുന്നത്, എന്നാൽ കൂടിയും ഈ ആക്ടിവ 60യുടെ ഹാൻഡിൽ ഗ്രിപ്പ് നോക്കുമ്പോൾ ഭയങ്കര സ്മൂത്താണ്. പിന്നെ ഒരു എൻഡ് ബുഷും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡ്യുവൽ ത്രോട്ടിൽ കേബിളാണ് ഈ വെഹിക്കിളിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ ഡിം ബ്രൈറ്റ്, പാസ് സ്വിച്ച്, ഇൻഡിക്കേറ്റേഴ്സ്, ഹോൺ. എടുത്ത് പറയേണ്ടത് ഫീച്ചറല്ല, എന്നാൽ കൂടി നോർമലി നമ്മൾ സെൽഫ് സ്റ്റാർട്ടിന് വേറെ സ്വിച്ച് കാണാറുണ്ട്. എന്നാൽ ഈ വെഹിക്കിളിൽ എൻജിൻ കിൽ സ്വിച്ചിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് തന്നെയാണ് സെൽഫ് സ്റ്റാർട്ട് സ്വിച്ചും കൊടുത്തിട്ടുള്ളത്. എന്നാൽ ഈ സ്വിച്ച് ഓണാക്കിയ ശേഷം ഒരു താഴത്തേക്ക് അതേപോലെ പ്രസ് ചെയ്തിട്ട് കണ്ടില്ലേ, ആ വണ്ടി സ്റ്റാർട്ട് ആവുന്ന സമയത്ത് തന്നെ ഭയങ്കര സൈലൻറ്റ് സ്റ്റാർട്ടുണ്ട്. ഇതിൽ ഐഡിൽ സ്റ്റാർട്ട് ഓഫ് സിസ്റ്റം അങ്ങനെ ടെക്നോളജി യൂസ് ചെയ്തിട്ടില്ല. പിന്നെ എഞ്ചിൻ സൈഡ് സ്റ്റാൻഡ് കട്ട് ഓഫ് അങ്ങനത്തെ ടെക്നോളജി ഒന്നുമില്ല. എന്നാൽ കൂടി ഇതാണ് നേരത്തെ പറഞ്ഞത് ACG മോട്ടർ വിത്ത് സൈലൻറ്റ് സ്റ്റാർട്ടിലുള്ള ടെക്നോളജിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആ സ്റ്റാർട്ടിങ്ങിലുള്ള ടെക്നോളജി ഒരു മെത്തേഡും ഒരു പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഹോണ്ട. അത് കുറച്ചുകൂടി ഭയങ്കര നോർമൽ ചില സ്കൂട്ടറൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഒരു നോയ്സി ആയിട്ടുള്ള സ്റ്റാർട്ടല്ല, പക്ഷേ എന്നാൽ കൂടി ഇത് ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള സ്റ്റാർട്ട് തന്നെയാണ്. പിന്നെ ഡ്യുവൽ ത്രോട്ടിൽ കേബിളും കൊടുത്തിട്ടുണ്ട്. അടുത്ത് നമുക്ക് വെഹിക്കിളിൻ്റെ മീറ്റർ കൺസോൾ നോക്കുമ്പോൾ തന്നെ ഒരു ഡിജിറ്റൽ മീറ്റർ ഒന്നും കൊടുത്തിട്ടില്ല. എന്നാലത് കൊടുക്കാമായിരുന്നു. കാരണം ഇപ്പോൾ എല്ലാം വണ്ടി സ്കൂട്ടേഴ്സിലും എല്ലാം ബൈക്കിലൊക്കെ ഒരു ഡിജിറ്റലിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഹോണ്ട അത് അനലോഗിൽ തന്നെ അവിടെ നിർത്തിയിരിക്കുകയാണ്. സ്പീഡോമീറ്റർ ആയാലും പിന്നെ ഇവിടെ ഒരു ഫ്യൂവൽ ഇൻഡിക്കേഷൻ ആയാലും ടോട്ടൽ കിലോമീറ്റേഴ്സ് വേറെ അങ്ങനത്തെ ആവറേജ് മൈലേജോ അങ്ങനെ ഒന്നുമില്ല. ഡിജിറ്റൽ മീറ്റർ എല്ലാം അനലോഗാണ്. അത് നമുക്ക് കുറച്ചൊരു ആവാകാതെ തോന്നി. കുറച്ചൊരു ജസ്റ്റ് ഒരു ഒരു കളറിങ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ കൂടിയും ഡിജിറ്റലിന് അത്ര ഭംഗിയൊന്നുമില്ല. സാധാരണ നോർമൽ മീറ്റേഴ്സ് തന്നെയാണ് ഓവറുള്ള വെഹിക്കിളിൽ യൂസ് ചെയ്തിട്ടുള്ളൂ. നമ്മൾ ഈ ആക്ടിവ 60 വന്നിട്ടുള്ളത് 110cc ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് വന്നിട്ടുള്ളത് 109.51 cc-യും പിന്നെ സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് വന്നിട്ടുള്ളത്. പിന്നെ ഈ വെഹിക്കിൾ തരുന്ന മാക്സിമം പവർ വന്നിട്ടുള്ളത് 7.68 bhp ആണ് വന്നിട്ടുള്ളത്. അത് 8000 RPM-ലും. കൂടാതെ മാക്സിമം ടോർക്ക് വന്നിട്ടുള്ളത് 8.79 Nm 5250 RPM-ലാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഇത് പ്രോഗ്രാമബിൾ ഫ്യൂവൽ ഇഞ്ചക്ഷൻ വന്നിട്ടുള്ളത്, കാർബറേറ്റർ അല്ല. പിന്നെ ട്രാൻസ്മിഷൻ നോർമലി സ്കൂട്ടേഴ്സിന് ഓട്ടോമാറ്റിക്കാണ്. ട്രാൻസ്മിഷൻ ടൈപ്പ് വന്നിട്ടുള്ളത് V-Matic ടൈപ്പാണ് വന്നിട്ടുള്ളത്. പിന്നെ ക്ലച്ച് ഒക്കെ ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. സോ ഇതൊക്കെയാണ് ഈ വണ്ടിയുടെ എൻജിൻ ഭാഗത്ത് നോക്കുമ്പോൾ ഇതൊക്കെയാണ്. പിന്നെ നമ്മൾ മൈലേജൊക്കെ നോക്കുമ്പോൾ തന്നെ ഒരു 50 കിലോമീറ്റേഴ്സൊക്കെ എന്തായാലും നമ്മുടെ റോഡ് കണ്ടീഷൻസൊക്കെ 50 കിലോമീറ്റേഴ്സ് എന്തായാലും കിട്ടും മൈലേജ്. സോ നമ്മുടെ ഈ ആക്ടിവ 60 ഒരു 5-6 കളേഴ്സിൽ ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഡാസിൽ യെല്ലോ മെറ്റാലിക്, പിന്നെ ഒരു ബ്ലൂ മെറ്റാലിക് വന്നിട്ടുണ്ട്, പിന്നെ സ്പാർട്ടൻ റെഡ് കളറ്, പിന്നെ ബ്ലാക്ക്, പേൾ വൈറ്റ്, മാഗ്രി മെറ്റാലിക്, ഒരുപാട് ഒരു 6 കളർ വേരിയൻസ് അവൈലബിൾ ആണ്. പിന്നെ കൂടാതെ ഈ വെഹിക്കിളിൻ്റെ ഡീലക്സിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വന്നിട്ടുള്ളത് 71,584-ഉം സ്റ്റാൻഡേർഡിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് 70,072 രൂപയാണ്. സോ നമുക്കെന്തായാലും നമ്മുടെ ആക്ടിവ 60 ഒന്ന് ടെസ്റ്റ് റൈഡ് ചെയ്ത് നോക്കി നോക്കാം. കണ്ടില്ലേ, ഭയങ്കര സ്മൂത്തായിട്ടുള്ള സ്റ്റാർട്ട്. ഞാൻ ഇങ്ങനെ വീഡിയോ കൂടെ പറയുമ്പോൾ അറിയില്ല, എന്നാൽ കൂടി നിങ്ങൾ എല്ലാവരും ഒന്ന് പോയി നോക്കി നോക്കുക. കാരണം അത്രയും ഭയങ്കര ലൈറ്റായിട്ടുള്ളതും ഭയങ്കര അലമ്പില്ലാത്ത സൗണ്ടും അത്രയും സൈലൻറ്റ് സ്റ്റാർട്ട് തന്നെയാണ് ഈ 60 വന്നിട്ടുള്ളത്. ജസ്റ്റ് നമുക്ക് നോക്കി നോക്കാം. ജസ്റ്റ് റൈഡ് ചെയ്തിട്ട് വരാം. നമുക്ക് എന്തായാലും എത്രത്തോളം സ്മൂത്ത്നെസ്സും നോക്കി നോക്കാം. റോഡ് ഒന്ന് കുറച്ച് പ്രശ്നമാണ്. നമുക്കിപ്പോൾ ഏകദേശം 20 കിലോമീറ്റേഴ്സ് സ്പീഡിലാണ് പോകുന്നുള്ളൂ.
റോഡ് അങ്ങനത്തെ റോഡാണ്. എന്നാൽ കൂടിയും ഭയങ്കര സ്മൂത്തായിട്ട് നമുക്ക് എൻജോയ് ചെയ്ത് റൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വെഹിക്കിൾ തന്നെയാണ് 6G. നമുക്ക് നമ്മുടെ കംഫർട്ട് അനുസരിച്ച് നല്ല സുഖമായിട്ട് ചെറിയൊരു ത്രോട്ടിലും കൊടുത്താൽ മതി. ഒരു ഇപ്പോൾ എത്ര പറയുക, ഒരു 100% നോക്കുമ്പോൾ ഒരു 30% ഒക്കെ ത്രോട്ടിൽ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ തന്നെ വെഹിക്കിൾ, അതായത് നമ്മുടെ ഈ സ്കൂട്ടർ ഭയങ്കരമായിട്ടുള്ള ഒരു സ്മൂത്ത്നെസ് നൽകുന്നു. പിന്നെ ഡ്യുവൽ ത്രോട്ടിൽ കേബിളാണ് വന്നിട്ടുള്ളത്. അത് കാരണം തന്നെ കുറച്ചും കൂടിയും ആക്സലറേഷന് കുറച്ചും കൂടിയും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കാണുമല്ലോ. സോ നമുക്ക് എന്തായാലും ഒരു എൻജോയ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കൂട്ടർ തന്നെയാണ് നമ്മുടെ ഈ ആക്ടിവ 6G. കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം ഡിസൈന് അങ്ങനെ സ്പോർട്ടി ഫീൽ എന്നല്ല, നിങ്ങൾക്കറിയാമല്ലോ ആക്ടിവ എപ്പോഴും ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് തന്നെയാണ് അവർ കീപ്പ് ചെയ്യാറുള്ളത്. ബട്ട് അതിൻ്റെ എൻജിൻ സെക്ഷൻ ഒക്കെ നോക്കുന്നവർക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെടാൻ പറ്റുന്ന ഒരു വെഹിക്കിൾ തന്നെയാണ്. സോ ആക്ടിവ 6G ആർക്ക് ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. ഗേൾസിനായാലും ബോയ്സിനായാലും അഡൽസിനായാലും എല്ലാവർക്കും ഒരുപോലെ പറ്റുന്നൊരു സ്കൂട്ടർ തന്നെയാണ്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട അപ്ഡേഷൻസ് പറയാനുള്ളത്, ടെക്നോളജി പരമായിട്ട് എൻജിൻ വൈസ് ആയിട്ടുള്ള അപ്ഡേഷൻസാണ് കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അത് നല്ല കാര്യം തന്നെയാണ്. ബട്ട് അല്ലാതെ പുറത്തുള്ള അപ്ഡേഷൻസ് അങ്ങനെ കൂടുതലായിട്ട് വെഹിക്കിളിൽ കൊണ്ടുവന്നിട്ടില്ല. പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത എപ്പിസോഡിൽ മറ്റു വെഹിക്കിളുമായി കണ്ടുമുട്ടാം. ടിൽ ദെൻ ഇന്ദ്ര സൈനിങ് ഓഫ്. Bye.